ഹലോ! ഇത് ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ എടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം മുന്നേ ഞാൻ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ എടുത്ത വീഡിയോ ആണ്. ഞാൻ രാവിലെ താമസിച്ചാണ് സാധാരണ വീട്ടിൽ പോകുമ്പോ എണീക്കുന്നത്. എല്ലാരും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ എണീറ്റ് വന്നപ്പോ ദാ വിളക്ക് അമ്മ വെളുപ്പിനെ എണീറ്റ് കുളിച്ചെന്ന് വിളക്ക് കത്തിക്കും കേട്ടോ. അപ്പൊ വിളക്കൊക്കെ അണഞ്ഞു പോയി. കാരണം 8 മണി ആയി കാണുമെന്നാണ് എന്റെ ഒരു ഉദ്ദേശം. ഓർമ്മയില്ല. പിന്നെ നേരെ അടുക്കളയിലേക്കാണ് പോയത് കേട്ടോ. അപ്പം ഞാൻ തന്നെ വെക്കുന്ന ഫുഡ് കഴിച്ച് മടുത്തതുകൊണ്ട് ആദ്യം ഇവിടെ വന്നാൽ എന്റെ പണി നിങ്ങൾക്കറിയാലോ. അടുക്കളയിലോട്ട് ചെല്ലുക, എന്തൊക്കെയുണ്ടോ അതെല്ലാം പെറുക്കി നോക്കുക. അപ്പൊ അപ്പവും മുട്ടക്കറിയായിരുന്നു. മുട്ടക്കറിയുടെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോ ദാ അനിയത്തി കൃതികേനെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ദാ കാർത്തിക് മാമനെ കൊണ്ട് ഇതെന്റെ മാമനാണ്, നിങ്ങൾക്കറിയാലോ. തെങ്ങിന്റെ തൈയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ നേരത്തെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കാണ്. അത് കഴിഞ്ഞ് ഇതാ കൃതിക ഈ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് പാട്ട് കേട്ടിട്ടാണ് കേട്ടോ. ആക്ച്വലി ഞാനിപ്പോ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വീഴുന്നതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എന്റെ മകളിലൊരു ഡാൻസുകാരി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി അവൾ ഒരു ഒരു സിംഗറും കൂടെ ഒളിച്ചിരിപ്പുണ്ടെന്ന്. അപ്പം ഡാൻസും പാട്ടും ഒരുമിച്ച് പഠിപ്പിക്കാം എന്നുള്ള ഉദ്ദേശമാണ്. കാരണം ഈ 2 മേഖലയിലും ഞാൻ കുറച്ച് കൈ കടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് എങ്ങും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അത്യാവശ്യം പാട്ടും പാടും ഡാൻസും കളിക്കും. അപ്പൊ ആ ഒരു കഴിവ് എന്റെ കൊച്ചു മിടുക്കിക്ക് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ. അപ്പൊ ബ്ലൂടൂത്തില് പാട്ട് കണക്ട് ചെയ്തിട്ട് അത് കേട്ട് എന്തൊക്കെയോ വരി പാടി എക്സ്പ്രഷൻ ഇട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാട്ടിന്റെ മേളം കഴിഞ്ഞപ്പോ പിന്നെ അടുത്തത് ഡാൻസ് ആണ് കേട്ടോ. ഞാനിത് സ്പീഡിൽ ഇട്ടിരിക്കുകയാണ് കാരണം കുറച്ച് വലിയ വീഡിയോ ആയിരുന്നു. കാണുമ്പോ എനിക്ക് ചിരി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കും ചിരി വരുമായിരിക്കും. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പൊ നമ്മളെല്ലാവരും ഫാമിലി അല്ലേ. അപ്പൊ അതാ ഞാനും കൃതിയും കൂടെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. എന്റെ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കൃതിയെ കുറച്ചൊക്കെ പാട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. എനിക്ക് അറിയാവുന്ന സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് ഡാൻസ് കളിച്ചെങ്കിലും ഞാൻ അങ്ങ് ക്ഷീണിച്ചു പോയി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. ഓടിപ്പോയി അടുക്കളയിൽ കപ്പയുടെ മണം വന്നപ്പോഴേ ചെന്നത് കപ്പയും മോരും പിന്നെ എന്താണെന്നറിയാം മത്തി മുളക് കറി വെച്ചതും ചൂര വറുത്തതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സവാള ഇട്ടിട്ട് ഞാനൊരു പിടി പിടിക്കുകയാണ് ഗൈസ്. ഞാനും കിച്ചും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഈ ഫുഡ് വെക്കുമ്പോൾ വീട്ടിൽ വന്ന ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറയും അല്ലേ? അതെനിക്കല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ വൈശു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.